പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെ വളരെ നാടകീയമായി പിണറായിയുടെ പോലീസ് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പാലക്കാട് ഒരു ഹോട്ടലിൽ നിന്ന് അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം കത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ. സുഹൃത്തുക്കളെ, ആ വിഷയത്തിൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ, പ്രത്യേകിച്ചും ദൃശ്യമാധ്യമ പ്രവർത്തകർ എടുക്കുന്ന പിണറായി അനുകൂല, പോലീസ് അനുകൂല സമീപനത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗത്തെ മാധ്യമപ്രവർത്തകർക്കുണ്ടായിട്ടുള്ള അപജയം, ജീർണത, അത് സത്യം പറഞ്ഞാൽ എന്നെ ഏറെ ഞെട്ടിക്കുകയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ആരും മടിയില്ല. കാരണം ഞാൻ 2001-2006 കാലഘട്ടത്തിൽ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ്റെ കൂടെ പ്രവർത്തിക്കുമ്പോൾ സമൂഹത്തിലെ എല്ലാ അനീതികൾക്കും ജീർണതകൾക്കുമെതിരെ അതിശക്തമായിട്ടുള്ള ശബ്ദമുയർത്തുന്ന ഒരു വിഭാഗമായിരുന്നു കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ. ഇന്നുള്ളത്രയും ചാനലുകളൊന്നും അന്നുണ്ടായിരുന്നില്ല. എന്നാലും അന്നുണ്ടായിരുന്ന ചാനലുകൾ അതിശക്തമായി ഈ അനീതികൾക്കെതിരെയും ജീർണതകൾക്കൊക്കെയും എതിരെ VS അച്യുതാനന്ദനോടൊപ്പം നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ VS അച്യുതാനന്ദൻ 2001-2006 കാലഘട്ടത്തിൽ നടത്തിയ ശക്തമായിട്ടുള്ള ഇടപെടലുകൾക്കൊക്കെ അന്നത്തെ ദൃശ്യമാധ്യമങ്ങൾ, ഇന്നത്തെ ചാനലുകൾ നൽകിയിട്ടുള്ള പിന്തുണ എന്ന് പറയുന്നത് നിസ്തുലമായിരുന്നു. എന്നാൽ ഇന്നത്തെ ദൃശ്യമാധ്യമങ്ങളുടെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയ സുഹൃത്തുക്കളെ. അവസ്ഥ പൊതുവിലെടുത്ത് പരിശോധിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ, ചാനലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും ഏകപക്ഷീയമായ, ഏറ്റവും വിഭാഗീയമായിട്ടുള്ള നിലപാട് എൻ്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലുള്ള എൻ്റെ നിലപാട് ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇപ്പോഴും ആ നിലപാട് ഒന്ന് വ്യക്തമാക്കിയിട്ട് ആ വിഷയത്തിലേക്ക് പോകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഇത് 3ാമത്തെ പീഡന പരാതിയാണല്ലോ വരുന്നത്. ഈ പീഡന പരാതികളൊക്കെ വരുന്നതിന് വളരെ മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ശക്തമായി പൊതുമണ്ഡലത്തിൽ വിമർശിച്ച ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട പരാതി വരുന്നതിന് മുമ്പ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മൊത്തത്തിലുള്ള പെരുമാറ്റം അഹങ്കാരത്തിൽ അധിഷ്ഠിതമാണെന്നും താൻ പ്രമാണത്തിൽ അധിഷ്ഠിതമായിരുന്നു എന്നൊക്കെ വിലയിരുത്തിയ ഒരാളാണ് ഞാൻ. അത് വിലയിരുത്തുമ്പോൾ പോലും ഭരണകൂടത്തിനെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തിരുന്ന ഒരു പൊതുപ്രവർത്തകനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനുള്ള കാര്യത്തിൽ ഉള്ള തർക്കമൊന്നും എനിക്കില്ല. പ്രത്യേകിച്ച് പിണറായി വിജയനെതിരായിട്ടുള്ള നിലപാടുകളിൽ അയാൾ വളരെ ശക്തമായിട്ടുള്ള, കർശനമായിട്ടുള്ള നിലപാടായിരുന്നു. പക്ഷേ അതെടുത്തു എന്ന് പറയുമ്പോഴും ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അയാളൊരു അഹങ്കാരത്തിൽ അധിഷ്ഠിതമായിരുന്നു അയാളുടെ പല പെരുമാറ്റങ്ങളെന്നും അയാളൊരു താൻ പ്രമാണിയത്വം കാണിക്കുന്ന ഒരു നേതാവായിരുന്നു എന്നൊക്കെ വളരെ മുമ്പ് തന്നെ പറഞ്ഞ ഒരു പൊതുപ്രവർത്തകനാണ്. അതിനുശേഷം അയാൾക്കെതിരെ ഈ സ്ത്രീ പീഡന പരാതികൾ വന്നു. ആ പരാതികൾ വന്നു, ഇപ്പോൾ 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 വന്നിരിക്കുന്നു, 3ാമത്തെ വന്നിരിക്കുന്നു. ഈ വിഷയങ്ങളിലൊക്കെ തന്നെ സ്ത്രീകളോടുള്ള അയാളുടെ പെരുമാറ്റം ശരിയായ രീതിയിലല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർത്തും അധാർമികമായിട്ടാണ് സ്ത്രീകളോട് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അയാളുടെ പെരുമാറ്റം എന്ന കാര്യത്തിലും എനിക്ക് യാതൊരു തർക്കവുമില്ല. ആ അഭിപ്രായം ഞാൻ ഇപ്പോഴും നിലനിർത്തുകയാണ്. പക്ഷേ അത് നിലനിർത്തുമ്പോൾ തന്നെ ഈ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ എടുത്തിരിക്കുന്ന സമീപനം എന്ന് പറയുന്നത് തീർത്തും വിഭാഗീയവും പക്ഷപാതപരവും പിണറായി സർക്കാരിന് മൂട് താങ്ങുന്നതിനും തുല്യമാണ് എന്ന് സ്ഥാപിക്കാനാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ 3ാമത്തെ പരാതിയാണ് വന്നിരിക്കുന്നത്. ഈ 3ാമത്തെ പരാതി വന്നപ്പോഴും ദൃശ്യമാധ്യമങ്ങൾ ഈ വിഷയത്തിലേക്ക് അങ്ങ് ചാടി വീണിട്ട് ദൃശ്യമാധ്യമങ്ങൾ എന്താ ചെയ്തത്? ദൃശ്യമാധ്യമങ്ങൾ പിണറായി വിജയൻ സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഭാഷ്യം തൊടാതെ പിണറായി വിജയൻ്റെ പോലീസും പിണറായി വിജയൻ സർക്കാരിൻ്റെയും ഷർദിൽ എടുത്ത് വിഴുങ്ങുന്ന നിലയിലാണ് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത് എന്നാണ് ഞാൻ തെളിയിക്കാൻ പോകുന്നത്.
സുഹൃത്തുക്കളെ, നമുക്കറിയാം ഏതാനും ദിവസങ്ങൾ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് പാലക്കാട് ഒരു ഹോട്ടലിൽ നിന്ന് രാത്രി 2:30-12:30 മണി സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് ദൃശ്യമാധ്യമങ്ങളെടുത്ത സമീപനം എന്താ? ഇതാ പുതിയ ആരോപണം വന്നിരിക്കുന്നു, തെളിവുകളുടെ ഒരു മലവെള്ള പാച്ചിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് എന്താണോ ഈ ദൃശ്യമാധ്യമങ്ങൾക്ക് കൊടുത്തത് അത് തൊണ്ട തൊടാതെ വിഴുങ്ങുകയാണ് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ ചെയ്തത്. പോലീസ് കൊടുക്കുന്ന ഭാഷ്യം വിഴുങ്ങാനാണോ ദൃശ്യമാധ്യമങ്ങൾ ഇരിക്കുന്നത്? അപ്പോൾ ഇന്ന് തന്നെ ഞാൻ മുൻ DGP ആയിട്ടുള്ള TP സെൻകുമാറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുന്നത്. 7-8 നടപടിക്രമങ്ങളിലെ ലംഘനങ്ങളാണ് മുൻ DGP ആയിരുന്നിട്ടുള്ള TP സെൻകുമാർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. അറസ്റ്റിൽ തന്നെ നഗ്നമായിട്ടുള്ള നടപടിക്രമങ്ങളുടെ ലംഘനങ്ങൾ, 8 ലംഘനങ്ങൾ എങ്ങാണ്ടാണ് DGP ആയിട്ടുള്ള TP സെൻകുമാർ ചൂണ്ടിക്കാണിക്കും. അപ്പോൾ അടിമുടി നടപടിക്രമങ്ങളുടെ ലംഘനങ്ങളുടെ ഭാഗമായിരുന്നു അറസ്റ്റ്. പക്ഷേ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ദൃശ്യമാധ്യമ പ്രവർത്തകൻ ഈ നടപടിക്രമങ്ങളുടെ ലംഘനം ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ സുഹൃത്തുക്കളെ? അതിന് പകരം പോലീസ് എന്താണോ കൊടുക്കുന്നത് അത് ഏതാണ്ട് നിവേദ്യം പോലെ, ക്ഷേത്രത്തിൽ നിന്നുള്ള നിവേദ്യം പോലെ, എന്തോ പരിഭാവനമായിട്ട് ഉള്ളതുപോലെ ഇങ്ങോട്ട് മേടിച്ചിട്ട് പോലീസ് പറയുന്ന അപ്പാടെ ഛർദ്ദിച്ച് വെക്കുകയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ. ഞാൻ ആ ഏഷ്യാനെറ്റിലെ അരുൺകുമാർ എന്ന് പറഞ്ഞൊരു ഒരു ചെറുക്കൻ്റെ ഞാനിത് കണ്ടു. ആ ചെറുക്കനൊക്കെ ഈ പോലീസ് ഈ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ പോലീസ് പറയുന്നത് വിഴുങ്ങലാണോ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത്? ആ ചെറുക്കനൊക്കെ വന്നിരുന്നിട്ട് പറയുകയാണ് വളരെ സുസംഘടിതമായി, വളരെ രഹസ്യാത്മകമായി, വളരെ ആലോചിച്ചുറച്ച് ആണ് പോലീസ് ഈ നടപടി എടുത്തതെന്ന് പറഞ്ഞ് പോലീസ് കൊടുത്തത് അങ്ങനെ തന്നെ വെട്ടി വിളമ്പുകയാണ് ചെറുക്കൻ. അതിനാണോ ഏഷ്യാനെറ്റ് ഈ ചെറുക്കന് ശമ്പളം കൊടുക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ആദ്യ അവസാന നടപടിക്രമങ്ങളുടെ ലംഘനമായിരുന്നു. ഞാനത് ഓരോന്നോരോന്നെടുത്ത് വിശദീകരിച്ച് ഞാൻ പറയുന്നില്ല. എന്നെ ഞെട്ടിച്ച് കളഞ്ഞത് അതിനുശേഷം അവരുടെ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ വന്നു. ആ മാധ്യമപ്രവർത്തകനും വന്നിട്ട് ഇതിൽ 1-2 പോലെയല്ല, ഇതിലൊരുപാട് തെളിവുകളുണ്ട്, ഇതെന്തോ ഭ്രൂണമെടുത്ത് ശീതീകരിച്ച് സൂക്ഷിച്ചിരിക്കുന്നു, സാമ്പത്തിക ഇടപാടുകളെന്ന് PG സുരേഷ് കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ സുഹൃത്തും കൂടിയാണ്. അയാൾ വന്നിട്ട് പറയുകയാണ് ഭയങ്കരമായിട്ടുള്ള തെളിവുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പോലീസിൻ്റെ ഭാഷ്യം ഈ PG സുരേഷ് കുമാറും വെട്ടി വിഴുങ്ങുന്നത് കാണുമ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നുന്നു. ഇപ്പം അരുൺകുമാർ എന്ന് പറഞ്ഞാൽ അയാളൊരു പയ്യനാണ്, അയാൾ വിഴുങ്ങിയാൽ നമുക്കത് മനസ്സിലാക്കാം. പക്ഷേ PG സുരേഷ് കുമാറിനെ പോലെ സീനിയറായിട്ടുള്ള മാധ്യമപ്രവർത്തകർ പോലും വന്നിട്ട് ഈ പരാതി ഇങ്ങോട്ട് വന്ന ഉടനെ തന്നെ ആ പരാതിയിലുള്ള കാര്യങ്ങൾ മുഴുവൻ ശരിയാണ്, മറ്റതാണ്, മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് എന്തൊരു ഗതികെട്ട ഒരു ദയനീയമായിട്ടുള്ള ഒരവസ്ഥയാണ് ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളുടെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം എന്താ അവസ്ഥ? ഇതിപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഈ പരാതിയിൽ മുഴുവൻ ആദ്യാവസാനം വൈരുദ്ധ്യങ്ങളല്ലേ സുഹൃത്തുക്കളെ? ആദ്യാവസാനം വൈരുദ്ധ്യങ്ങളല്ലേ? കോമൺ സെൻസിക്കലാണോ ഈ പരാതി എന്ന് പോലും ഇവിടുത്തെ ഈ ദൃശ്യമാധ്യമങ്ങളിലെ മാപ്രകൾ പരിശോധിക്കുന്നില്ല എന്നുള്ളത് കഷ്ടമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ഒരു പൊതുപ്രവർത്തകൻ, പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ നോട്ടപ്പുള്ളി. അയാളെ കാണാനായിട്ട് വിദേശത്ത് നിന്നൊരു സ്ത്രീ വരുന്നു, കാനഡയിൽ നിന്നൊരു സ്ത്രീ വരുന്നു. അവർ വന്നിട്ട് തിരുവല്ലയിൽ ഒരു ഹോട്ടലിൽ മുറിയെടുക്കുന്നു. മുറിയെടുത്തിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ വിളിച്ചു വരുത്തുന്നു. ആ സ്ത്രീയെ കണ്ട ഉടനെ തന്നെ ഇയാൾ അവരെ മാന്തുന്നു, പൊളിക്കുന്നു, കീറുന്നു, അവരുടെ മുഖത്ത് തുപ്പുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു സാധാരണ ബുദ്ധിയുള്ള ഒരാൾക്കെങ്കിലും ഒരു ചെറിയ സംശയം വരില്ലേ സുഹൃത്തുക്കളെ? അവരുടെ ഗർഭധാരണത്തിൻ്റെ സമയമാണ്. ആ സമയത്ത് അയാൾ കയറി അവരെ സിംഹം ചാടി വീഴുന്ന പോലെ, ഇരയുടെ ദേഹത്ത് ചാടി വീഴുന്ന പോലെ ചാടുന്നു, ബലാത്സംഗം ചെയ്യുന്നു. ആ സ്ത്രീ അതിനെ ഒന്നും എതിർക്കുന്നില്ല, അവരതിനെ റെസിസ്റ്റ് ചെയ്യുന്നില്ല, അവരെ സംബന്ധിച്ച് പരാതി കൊടുക്കുന്നില്ല. ഈ സംഭവം നടന്നത് 2024 ഏപ്രിലോ മറ്റാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 2 വർഷം ആകാൻ പോകുന്നു. ഇപ്പോഴാണ് കൊണ്ടുവന്ന് പരാതി കൊടുക്കുന്നത്. ഇതിനകത്തൊക്കെ വൈരുദ്ധ്യങ്ങളില്ലേ? ഈ വൈരുദ്ധ്യങ്ങൾ എന്താണ് ഈ PG സുരേഷ് കുമാറിനെ പോലെയൊക്കെ ഉള്ള സീനിയറായിട്ടുള്ള മാധ്യമപ്രവർത്തകർക്ക് മനസ്സിലാവാത്തുന്നുള്ള എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. എന്നിട്ട് ഭ്രൂണമെടുത്ത് ശീതീകരിച്ച് വെച്ചിരിക്കുന്നു എന്ന് ഈ സ്ത്രീ പറയുന്നു. ഉടനെ അതങ്ങ് ആപ്തവാക്യമാക്കുകയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് വിശ്വാസ്യതയാണ് ഇതിലുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് 2 വർഷം കഴിയാറാകുമ്പോഴത്തേക്കും പരാതി കൊടുക്കുന്നു. ആ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വേദവാക്യങ്ങൾ പോലെ ഇവരിരുന്ന് ഇങ്ങനെ അങ്ങ് വിശദീകരിക്കുകയാണ്. മറ്റേ ചാനലുകളിലുള്ള ഒരാളുടെ പേരൊന്നും പറയുന്നില്ല.
വനിതാ മാധ്യമപ്രവർത്തകർക്കൊക്കെ ഏതാണ്ട് വലിയ എന്തോ കാര്യം കിട്ടിയ പോലെ അവരങ്ങ് ചാടി വീഴുകയാണ്. ഇതിനകത്ത് ആദ്യാവസാനം ഇപ്പം വൈരുദ്ധ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആദ്യം കണ്ട ഉടനെ തന്നെ ബലാത്സംഗം ചെയ്യുന്നു. ബലാത്സംഗം ചെയ്ത് കഴിഞ്ഞിട്ട് ആ സ്ത്രീ ഗർഭിണിയാവുന്നു. ഗർഭം അലസിപ്പോകുന്നു. അലസിപ്പോയതിനെ തുടർന്ന് ഭ്രൂണമെടുത്ത് ശീതീകരിച്ച് വെക്കുന്നു. DNA പരിശോധന നടത്താൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്നു. ആ ഭ്രൂണമെടുത്ത് ശീതീകരിച്ച് വെക്കുന്ന ആ വനിത വീണ്ടും ഇയാളുമായി ബന്ധത്തിൽ ഏർപ്പെടുന്നു, ഇയാളുമായി ബന്ധപ്പെടുന്നു. ഇയാൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു. ഇയാളെ 2 തവണ ഇവിടെ കൊണ്ടുപോകുന്നു, UK കൊണ്ടുപോകുന്നു. ഇയാൾക്ക് വാച്ച് മേടിച്ചു കൊടുക്കുന്നു, ഇയാൾക്ക് അടിവസ്ത്രം വരെ മേടിച്ചു കൊടുക്കുന്നു, അയാളുമായി ചേർന്ന് ഫ്ലാറ്റ് മേടിക്കാൻ തരുന്നു. ഇതിനകത്തൊക്കെ വൈരുദ്ധ്യങ്ങളില്ല, അസ്വാഭാവികതകളില്ല. ഇതെന്താണ് ഈ ദൃശ്യമാധ്യമ പ്രവർത്തകർക്ക് മനസ്സിലാവാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ഏത് കുഞ്ഞുകുട്ടിക്ക് പോലും നോക്കിയാൽ കാണാൻ കഴിയുന്ന വൈരുദ്ധ്യമല്ലേ? ഇതൊക്കെ തൊണ്ട തൊറാതെ വിഴുങ്ങുമ്പോൾ ഈ മാധ്യമ പ്രവർത്തകർ അവരുടെ വിശ്വാസ്യത തകരുകയല്ലേ ചെയ്യുന്നത്. അവരുടെ ചാനലിൻ്റെ വ്യൂവർഷിപ്പിനെ ഉൾപ്പെടെ അത് ബാധിക്കുകയല്ലേ ചെയ്യുന്നത്. ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ പരാതിയാണല്ലോ ഈ പരാതി. ആദ്യത്തെ 2 പരാതികളും കോടതിയിൽ തള്ളിപ്പോയത് മാധ്യമ പ്രവർത്തകർക്ക് അറിയാൻ മേലഞ്ഞിട്ടാണോ? ആദ്യത്തേതും രണ്ടാമത്തെ തള്ളിപ്പോയില്ലേ? ബലാത്സംഗം നടന്നില്ല എന്ന് കോടതി പറഞ്ഞില്ലേ? ആദ്യത്തെ കേസിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ചു, അതിൽ നോട്ട് ടു അറസ്റ്റ് ഓർഡർ ഉണ്ട്. രണ്ടാമത്തെ കേസിൽ 21-ാം തീയതി വരെ ഹൈക്കോടതി അതിൻ്റെ ഇത് മാറ്റിവെച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും മൂന്നാമതൊരു പരാതി വരുമ്പോഴത്തേക്ക് ആ പരാതിയിൽ താൻ വന്ന് പോലീസിനെ കാണാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് അയാളെ അറസ്റ്റ് ചെയ്ത് നിയമവിരുദ്ധമല്ലേ? ഇതൊക്കെ കാണാൻ എന്താണ് ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങൾക്ക് കണ്ണില്ലാത്തത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിലെന്താണ് നിയമത്തിൻ്റെ മുന്നിൽ നിലനിൽക്കാൻ പോകുന്നത്? ഈ സ്ത്രീ വിവാഹിതയല്ലേ? കൺസെൻഷ്വൽ അല്ലേ ഈ സംഭവങ്ങൾ മുഴുവൻ? ഹോട്ടലിലേക്ക് അയാളെ വിളിച്ചു വരുത്തിയതല്ലേ? അയാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം അയാൾക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ഈ സ്ത്രീ ചെലവഴിച്ചില്ലേ? ഇതെല്ലാം അസ്വാഭാവികതകളല്ലേ? ഇതെല്ലാം വൈരുദ്ധ്യങ്ങളല്ലേ? അറസ്റ്റിൽ മുഴുവൻ നടപടിക്രമങ്ങളുടെ ലംഘനങ്ങളല്ലേ? ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബോധം എന്തുകൊണ്ടാണ് ഇവിടുത്തെ ദൃശ്യമാധ്യമ രംഗത്തുള്ള മാധ്യമപ്രവർത്തകർക്ക് ഉണ്ടാകാതെ പോകുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. അവരിരിക്കുന്ന കൊമ്പ് മുറിക്കുകയല്ലേ ചെയ്യുന്നത്? ഇതുപോലുള്ള മണ്ടത്തരം പൊട്ടത്തരം ഒക്കെ വിളിച്ച് പറയുമ്പോൾ അവരുടെ ദൃശ്യമാധ്യമങ്ങളുടെ വ്യൂവർഷിപ്പ് കുറയുകയല്ലേ ചെയ്യുന്നത്? പൊതുമണ്ഡലം അവരെ അവിശ്വസിക്കുകയല്ലേ ചെയ്യുന്നത്? പൊതുമണ്ഡലം അവരെ അവിശ്വസിക്കുമ്പം അവരുടെ കാഴ്ചക്കാരുടെ എണ്ണം കുറയുകയല്ലേ ചെയ്യുന്നത്? അവർ മലന്ന് കിടന്ന് തുപ്പുകയല്ലേ ചെയ്യുന്നത്? അത് മനസ്സിലാക്കാൻ ഇനിയെങ്കിലും ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങൾ തയ്യാറാവണം. ഈ കേസും നാളെ കോടതി ചെല്ലുമ്പോൾ കോടതി എടുത്ത് ചവിട്ടുകൊണ്ടേ കളയും. അപ്പോൾ ആരുടെ വിശ്വാസ്യതയാണ് പോകുന്നത്? അത് മനസ്സിലാക്കാൻ ഈ ദൃശ്യമാധ്യമ രംഗത്തെ മാപ്രകൾ തയ്യാറാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്തിനാണ് ഇപ്പോൾ ഈ അറസ്റ്റ് നടത്തിയത്? ഇത് ശബരിമലയിലെ പെരുങ്കുളം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതിന് ആർക്കറിയാൻ മേലാത്ത ദൃശ്യമാധ്യമ രംഗത്തെ കുറേ മാധ്യമ പടുക്കൾക്ക് മാത്രം അത് മനസ്സിലാകുള്ളൂ. ബാക്കി എല്ലാവർക്കും അത് മനസ്സിലാവും. അതുകൊണ്ട് ഈ ദൃശ്യമാധ്യമ രംഗത്തിൽ നിന്ന് ഇതെല്ലാം വെട്ടി വിളമ്പുന്ന കൂടിയ മാധ്യമ പ്രവർത്തകർ മനസ്സിലാക്കേണ്ടത്, നിങ്ങളൊന്നും പറയുന്നത് തൊണ്ട താടാതെ വിഴുങ്ങുന്നവരല്ല ജനങ്ങൾ. ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലഘട്ടത്തിൽ അവർ സത്യം മനസ്സിലാക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് പിണറായി വിജയൻ്റെ പോലീസും തരുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന, പിണറായി വിജയൻ്റെ പോലീസും തരുന്നത് ഛർദ്ദിച്ചു വെക്കുന്ന ഇവിടുത്തെ ദൃശ്യമാധ്യമ പ്രവർത്തകർ ഇനിയെങ്കിലും സത്യം മനസ്സിലാക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ അവരിരിക്കുന്ന കൊമ്പ് മുറിക്കുകയായിരിക്കും ചെയ്യുന്നത്. അവർ ഈ പടച്ചുവിടുന്ന വാർത്തകളുടെയൊക്കെ അടിയിലുള്ള വ്യൂവർഷിപ്പ് ഒന്ന് നോക്കിയാൽ അവർക്ക് മനസ്സിലാവും ഇത് ജനങ്ങളൊന്നും വിശ്വസിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇതൊന്നും കൊണ്ട് രാഹുൽ മാങ്കൂട്ടം പൂർണ്ണമായി കുറ്റമുക്തനാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പെരുമാറ്റങ്ങൾ ഒരുപാട് അധാർമികതയുണ്ട് എന്നുള്ള കാര്യവും വിസ്മരിക്കുന്നില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ പരാതികളെല്ലാം ഒന്നൊഴിയാതെ കെട്ടിച്ചമച്ചതാണെന്ന് തെളിയുമ്പോൾ ഇവിടുത്തെ ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ വിശ്വാസ്യത പാതാളത്തോളം കൂപ്പുകുത്തും എന്ന് മാത്രം അവർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.